ഗൈസ് അപ്പോൾ നമുക്ക് വൺ ലാസ്റ്റ് ടൈം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതാക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണക്ട് TKRP play.tkrp.in. ഹലോ ചന്ദ്ര, എല്ലാം പാക്ക് ചെയ്തണ്ണ. എല്ലാം പാക്ക് ചെയ്തോ? എടാ ഞാൻ എൻ്റെ പെട്ടി ഇതൊന്നും എടുത്തില്ലടാ, എല്ലാം മേളിലിരിക്കുക, സാധനങ്ങളൊക്കെ ഇരിക്കുക. ഓ അണ്ണാ നമുക്ക് എടുക്കാൻ പോണം അണ്ണാ. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അണ്ണാ. അതാ ഒരു മിനിറ്റ്, ഇത് ബാലം വിളിക്കുന്നു. ഹലോ നമ്മള് 67 റേഡിയോയിലുണ്ട്. 64. ഓക്കെ 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 ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ഹലോ ഹായ് ഗായ്സ്. അപ്പൊ എങ്ങനെയാ മക്കളെ, നമ്മൾ ഇറങ്ങുമല്ലേ ഇവിടുന്ന്? അതെ വാസന ഒറ്റ ഇങ്ങോട്ട്. ഇത് റേഡിയോയിലുള്ള കുറച്ച് പേര് നമ്മൾ ഇറങ്ങുമ്പോ സാധനങ്ങൾ എഴുതി വാങ്ങിക്കാൻ വന്നവരാ. എടാ ഞാൻ ഒരു കാര്യം പറയാം. ഒരു മിനിറ്റ്. അണ്ണാ ഈ പയ്യനുണ്ടല്ലോ, ഇവര് മറ്റേ കടലോര സംഘത്തിന്റെ മറ്റേ പ്രസിഡന്റ് ആണ്. ഒരു മിനിറ്റ്. 13 കോടി രൂപയുണ്ട്. 13 കോടി രൂപ നമ്മൾ ഇന്നിവിടെ ഉള്ളവർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ടേ പോത്തുള്ളൂ ഇവിടുന്ന്. കാരണം ഇവന് മറ്റേ ഓപ്ഷൻ ഉണ്ട്. ഇവർക്ക് ആ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സംഭവം, അപ്പൊ അവർക്ക് സിറ്റിയിൽ നടക്കാൻ. ഞാൻ 100 കോടി ഉണ്ട് മലയാളി. 100 കോടി. 10 കോടി. എടാ 10 കോടി പോരെ നിനക്ക്? എടാ 130 കോടിയാണോ അത്? 13 കോടിയല്ലേ? നോക്കട്ടെ. നോക്കട്ടെ. യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 10 crore. 13 കോടിയടാ. യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 10 crore. 13 കോടി. 130 കോടിയാ. ആറായി ഇരിക്കണം 130 കോടി. ഓ വാസന ഇപ്പൊ കേൾക്കാൻ പറ്റും. ഹലോ, അപ്പൊ നമുക്കൊരു കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരുന്നേ. അപ്പൊ അതിന് ഇന്ന് ഇപ്പോഴാണ് ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് കുറച്ച് ഫണ്ടിങ് കിട്ടുമെന്ന് അറിയാനായിട്ടായിരുന്നു. അതിനുവേണ്ടി സിറ്റിസൺസ് ആണ്. ആണല്ലേ? ഓ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടുന്നത്? ഒരു 7 CR എങ്കിലും കിട്ടിയാൽ നമുക്ക് സ്റ്റംസ് എങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഓക്കെ. നിങ്ങൾ എത്ര പേരുണ്ട് ഗ്രൂപ്പ്? ഞങ്ങളിപ്പോ 37 പേരുണ്ട്. ഹോ, സിറ്റിയിലൊരു വലിയ ഗ്യാങ് ആയിട്ട് വരട്ടെ. ഒരു നല്ല ഗ്യാങ് ആയിട്ട് വരാനുള്ള ഏതൊക്കെ നടക്കട്ടെ. നമ്മൾ 7 കോടിയല്ലേ? ഞാൻ ഇപ്പോൾ ID പറഞ്ഞു. 302 യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh 302 അയച്ചിട്ടുണ്ടേ ബ്രോ. 7 കോടി കിട്ടിയോ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ. നല്ലൊരു ഗ്യാങ് ആയിട്ട് വരട്ടെ. എല്ലാവിധ തുടങ്ങിയായിരുന്നു. വേഗം പോട്ടെ ഇനി. ഓക്കെ ഓക്കെ ഓക്കെ. പോയിട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്ത ആരാണ്? കടം വാങ്ങിച്ച് കൊടുക്കാണെങ്കിൽ സ്വന്തമായിട്ട് പോയിക്കോട്ടെ. ഞാൻ വല്ല പറയാ കടത്താക്ക് ഞാൻ. പറഞ്ഞോ. കുറച്ച് ജീവിച്ചു പോകാൻ ജീവിച്ചു പോകാനോ? ഐഡി പറ. ഐഡി പറഞ്ഞ ബ്രോ. 547 ജീവിച്ചു പോകാനുള്ളതല്ലേ? 100,000 10 lakh crore ലാക്ക് മതി. 1 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഫുഡ്, വെള്ളം, മിനിമം ഒരു എന്തായാലും ഒരു 10-12 ദിവസം ജീവിക്കാം. ഇനി നമുക്കൊന്ന് നമ്മുടെ വീടൊക്കെ ഇറന്ന് കാണാം. ബാക്കി എല്ലാരും പറഞ്ഞോട്ടെ. TKRP അവസാന ക്ലാസ് വെള്ളം കുടിക്കട്ടെ. ബാഗ് എടുക്കാം ബാബു.
നമുക്ക് ഇടയ്ക്ക് സിറ്റിസൺ ആയിട്ടൊക്കെ വരണം കേട്ടോ കേട്ട് എന്നിട്ട് നമ്മള് സിറ്റിസൺ എടുത്ത് ചോക്ലേറ്റ് കേക്ക് വാസണ്ണ ഈ ബോർഡ് എങ്ങനെ കൊണ്ടുപോകണം വാസണ്ണ? നമ്മൾ ലോറി വിളിക്കട്ടാ? നമ്മുടെ ബോർഡ് കൊണ്ടുപോകണം. ഓ ഇത് പറക്കി എടുത്തേരെ അപ്പുറത്ത് കിട്ടുന്ന വീട്ടിൽ വെക്കാം എല്ലാം പറക്കിക്കോ. പക്ഷെ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിണ്ട് കേട്ടാ. തക്കുട് മാവെന്ന് മാത്രമേ പറയാവൂ അവിടെ. അതെ തക്കുട് മാവേന്ന് മാത്രമേ പറയാവുള്ളൂ. ഓ ചന്ദ്ര ആ CMV ഒക്കെ ഇളക്കിയാണ് എന്തിനു വെച്ചേക്കുന്നത്? നമ്മുടെ ഗൺ ഷോപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? 1400 കോടി ഉണ്ടത്, ആ കോടിയുടെ ഇൻവെസ്റ്റ്മെന്റാ. എനിക്കൊരു ബാഗ് തന്നെടാ, എന്റെ സാധനങ്ങൾ എടുക്കണം. ഒരു ബാഗ് മുരളിക്ക് എടുത്തേ. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുറച്ച് സാധനങ്ങളുള്ളടാ. എനിക്കൊരു ബാഗ് തന്നെ, എനിക്ക് ബാഗ് തന്നെടാ. 582. കമ്പ്യൂട്ടർ ഞാൻ എടുത്തോട്ടെ. ഉള്ളൊക്കെ പറക്ക് CPU എനിക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കണം അപ്പുറത്ത് കേട്ടാ. അപ്പുറത്ത് പുതിയത് എത്തിച്ചാ പോരെ? അപ്പുറത്ത് പുതിയതെങ്കിൽ പുതിയത് എത്തിക്കാം. പ്ലേ സ്റ്റേഷൻ അയ്യോ ഞാൻ എന്തൊക്കെ എടുക്കും ഞാൻ. പെട്ടിലേക്ക് എല്ലാരും എടുക്ക, എന്തായാലും അടുത്തടുത്തോട്ട് വെക്കാം. എല്ലാ സാധനങ്ങളൊക്കെ എടുക്ക്. പറയ്ക്ക് വരുന്നത് ബാഗ് ഇടട്ടെ. ഓ സാധനങ്ങളൊക്കെ എടുത്ത് വാ. എടാ വാസന റൂമില് മറ്റേ നമ്മുടെ ഗാലറി അയ്യോ എന്റെ സൂസന്റെ അണ്ണ വാസന ഇവിടെ നിന്ന് മറ്റേ പാട്ട് പറഞ്ഞ പൂങ്കുലയിൽ നിർത്താൻ പാട്ട് ഇല്ലല്ല ആ പാട്ടൊന്ന് പാട്ട് വാസന. അല്ല നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ തോന്നി അണ്ണന്റെ വായിന്ന ആ ഒരു പാട്ട്. അയ്യേ പോടാ ഇവിടുന്ന് അണ്ണാ പ്ലീസ് അണ്ണ എന്തിനാ വേണ്ടേ? ഒക്കലസ് വേണം. മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നോടെ ആരാമത്തിൽ. ബീജിയമായിട്ട് വന്നേക്കണ്. ഓ നല്ല BGMs ഒക്കെ നമുക്ക് അവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇടാം. നമുക്ക് സ്റ്റേഷനിൽ ചെല്ലുമ്പോ സെന്റിക്കൊള്ളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണോ ഒരു സെല്ലിൽ തന്നെ ഇടുവോ എന്തോ? ഒരു സെല്ലായിരിക്കും. മാക്സിമം ചോദിച്ചു നോക്കാടാ, മാക്സിമം ചോദിച്ചു നോക്കാം. ഒരുമിച്ചിടാൻ പറ്റുമോ എന്നുള്ളത്. കൊണ്ടുവന്നതിന് മുമ്പ് ഞാൻ TV വിശ്വസിച്ചെങ്കിലും പറഞ്ഞിരിക്കണ്ട. എന്താ കണ്ണാ ഒരു വട്ടം എന്നെ കൊണ്ട് അതൊക്കെ പറ്റൂ. അതൊന്നും അല്ല ആശാനെ, പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ വെരിഫിക്കേഷൻ മാർക്ക് ഇരിക്കുവാ. കഞ്ചാവിനും മറ്റേ കള്ളിന് പിടിക്കുന്നതിനൊക്കെ വെരിഫിക്കേഷൻ മാർക്ക് കിട്ടൂലേ? എടാ നല്ലതൊന്ന് ലൂസി പറഞ്ഞ നല്ല വെരിഫിക്കേഷൻ മാർക്ക്. എന്റെ അടുത്ത് വിളിച്ച് ഉച്ചയ്ക്ക് ചോദിക്കല്ലേ, ഞാൻ വിചാരിച്ച വല്ല വക്കീലിന്റെ കേസും ചോദിക്കാനാണെന്ന്. അപ്പൊ ശരി വെരിഫിക്കേഷന് എങ്ങനെ ക്ലിപ്പിംഗ് ആയിട്ട് വരണോ വാർത്തയിൽ വരണമെന്ന് ആർട്ടിക്കിൾ പറഞ്ഞു. എന്ത് പറയാനാണ് അവരുടെ അടുത്തൊക്കെ? അല്ല ടിവിയിൽ രണ്ടുപേര് ഫസ്റ്റ് വെരിഫൈഡ് ആവല്ലോ നമുക്ക് മറ്റേ ആർട്ട് ഗാലറി അവിടെ കുറെ ഓർമ്മകളുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള 2 ഫോട്ടോ പറക്കിയെടുക്കണം. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അണ്ണാ, നമ്മളെ ഈ സിറ്റിയിലോട്ട് കൈ പിടിച്ച് കയറ്റി വരുത്തുണ്ട് ഇവിടെ.
എന്ത്? എവിടെന്ന് പോലും അറിഞ്ഞൂടെ ഇപ്പൊ. അയ്യോ മാറ്റിയത്. അണ്ണാ, അത് ഐശ്വര്യം കണ്ടോ മുടിഞ്ഞ് അവന്റെ? മുക്കോടെടുത്തപ്പോഴെങ്കിലും ഒന്ന് വന്നാ മതിയായിരുന്നു, ഇന്നെങ്കിലും ഒന്ന് കാണാൻ. മലയാളി അവന്റെ മലയാളി ഞാൻ ചിരിച്ചിരിക്കുന്ന നോക്കിയപ്പോഴേ ഫോട്ടോ അവന്റെ. എടാ മലയാളി ഞാൻ അപ്പുറത്തെ സിറ്റിയിലെ വലിയ ചെറുക്കായിരിക്കണം ഞാൻ ഇന്ന് നോക്കിയപ്പോ. അയ്യേ, കെണ്ടപ്പട്ടി. ഇനി അവിടെ കുറച്ച് മാറ്റാം. ഓരോരുത്തർക്ക് ഇവിടെ അഡ്മിൻസ് ഉള്ളതുകൊണ്ട് കേസ് വരെ കൊടുക്കാൻ പറ്റി. നമുക്കൊണ്ടൊരു അഡ്മിൻ, ഒരു കുടവുമില്ല. ഒരു കോണോ ഇല്ലാത്ത ഒരുത്തൻ. ഈ ഫോട്ടോ ഇവിടെ തന്നെ അടിച്ചേക്കണം കേട്ടാ. എടുക്കണില്ല ഇവിടെ വെച്ചിട്ട് വരാം. വാസണ്ണ ഈ ഫോട്ടോ ഫോൺ സൂം ചെയ്ത് നോക്കി നോക്ക്. എവിടെ എവിടെ അതെ, ഇവിടെ നോക്കണ്ട. പിങ് മാറ്റാ, പിങ് ഓ മാറ്റാ. ഇവിടെ ഇവിടെ അണ്ണാ ഏറ്റവും മുകളിൽ ഗ്രൂപ്പ് ഫോട്ടോ കണ്ടാ കണ്ടാ കണ്ടു, കണ്ടു, കണ്ടു. അണ്ണാ ഒരു അണ്ണാ അണ്ണാ മറ്റേ മാപ്നോളജി മാപ്നോളജി അവന് സാൻഡി അവിടെ അറിഞ്ഞൂടാ. സാൻഡി ഷോർ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിയോളിൽ പോണ ചെറുക്കനാണ് അവൻ. അയ്യോ പാവം. അതെന്തൊരു ഫോട്ടോ അല്ലേ എന്റെ അമ്മോ. വാ വാ വാ. അപ്പൊ അത് മറക്കരുത്, അത് മറക്കരുത്. ഓ ബോബോയ് ബോബ് ഇപ്പൊ അവിടെ പാത്രം കഴിവലാണ്. ഓ അണ്ണാ ഇവിടെ നമ്മള് മറ്റേ പടച്ചട്ട എന്ത് ഇതാര് കണവി പടയാളിയാ അവൻ. എരപ്പാളി വാ, വാ, വാ. പറ്റല്ലേ. ഇതേപോലെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഗൈസ് ടൈം ടു ലീവ് ദ സിറ്റി. അപ്പോൾ ഒരിക്കൽ നായ നക്കിയാൽ പാൽപ്പായസം ആണെങ്കിലും അതും നായ നക്കിയത് തന്നെയാണ്. ഒരിക്കൽ നായ നക്കിയ ഒരു ഇത് നമുക്ക് എന്തായാലും വേണ്ട ഇനി. അല്ലല്ല, പിന്നെ ഇവിടെ അച്ഛന്മാർക്കുള്ള മറ്റേ സെപ്പറേറ്റ് റൂളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ മറ്റേ ഇതായിട്ട് കളിക്കട്ടെ. പിന്നെ ഇന്നലെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ ഇൻഫർമേഷനൊക്കെ കിട്ടിയായിരുന്നു. മറ്റേ ഇവർക്ക് ഇത് മറ്റേ വെയർ ഹൗസും ഒക്കെ ആക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് തന്നെ മേടിക്കാനൊക്കെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം സ്വന്തമായിട്ട് മറ്റേ അഡ്മിനെയും സ്വന്തമായിട്ട് എല്ലാവരെയും വെച്ച് അവർ കളിക്കട്ടെ. നമുക്ക് നോക്കാം എവിടെ വരെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ അടുത്ത സിറ്റിയിൽ നമ്മുടെ ഗ്യാങ് ഹൗസ് പറഞ്ഞോട്ടെ. ആ പറ. ടോണി ഡിറ്റക്റ്റീവ്, ബാലു, ജാക്ക്, പിന്നെ ആടാ നമ്മളെ കൊറേ ഒരു നമ്മുടെ ഇതുപോലെ ഫ്രാങ്ക്, പിന്നെ ഹൈസൺ, മന്നാടിയാർ, അങ്ങനെ കൊറേ പേരുണ്ടായിരുന്നു അവസാനം. നമ്മളെ കൊറേ RP അതിന് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനത്തെ കുറെ. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഒരു ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം അവര് ഉണ്ടായതാണ് കുറെ നല്ല രീതിയിൽ RP കൂടെ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ അവരുടെ അടുത്തൊക്കെ ഒരു വൺസ് അഗൈൻ ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞു. പിന്നെ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത സമയത്ത് നമ്മളെ മറ്റേ ഇതൊക്കെ മേടിക്കാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയും എല്ലാം ഒരുപാട് താങ്ക് യു ഉണ്ട് എല്ലാവർക്കും. എടാ നിങ്ങൾക്കാർക്കും അടങ്ങി നിൽക്കാൻ പറ്റൂല. ഇത് എന്താ പ്രശ്നം? ഞാൻ അടങ്ങി നിൽക്കുന്നുണ്ടല്ലോ, നിനക്കൊക്കെ എന്തോ അടുത്ത് അടങ്ങി നിന്നാ ഈ കോപ്രായം നിന്നോണം. നല്ലൊരു ദിവസമാണല്ലോ ഇവിടെ ഇറങ്ങി പോണത്. പിന്നെ ഞാൻ പറയാം, ഫുഡിനുണ്ട്, കക്കാശി ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുടെ അടുത്തൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് താങ്ക് യു പറയാനുണ്ട്. ആൻഡ് ഈ പറയണം പിന്നെ ഇവരെ റോങ്ങർ ഒന്നും എങ്ങും പോകാൻ പോകണില്ല കൈസ്. റോങ്ങറൊക്കെ നമ്മളവിടെ പോയാലും നമ്മളെയൊക്കെ കൂടെ തന്നെ നമ്മുടെ ലിവറീസ് ഒക്കെ അവൻ തന്നെ കഴിയുകയും ചെയ്യുന്നത്. അതിന് വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആൻഡ് എനിവേ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്ന സിറ്റി വേണമെന്നൊന്നും ഇല്ല. എന്നാലും ഏറ്റവും കൂടുതൽ ഒരു സിറ്റിയോട് ഒരു സാറിന് 1 വർഷത്തിൽ നമ്മൾ പോണതാണ്. ഇപ്പൊ 6 മാസം. ഇതിപ്പോ എത്ര നാളായി? പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരുടെ ബാഗിന്റെ ഏറ്റവും മുകളിൽ തന്നെ കൈലിയും അതുപോലെ ടീഷർട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പോയ ഉടനെ അത് രണ്ടിടത്ത് ധരിക്കുക, പാടത്തിറങ്ങുക, പണിയെടുക്കുക. അപ്പുറത്തെ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് സംസാരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വീടങ്ങ് വിട്ടിറങ്ങിയേക്ക്. ഇനി നമ്മുടെ ഗ്യാങ് ഹൗസ് അല്ല ഇത്. വാ, ഇനി നമ്മുടെ ഗൺ ഷോപ്പിലോട്ട് പോവാം. വാ, അതിനൊരു തീരുമാനം എന്താണെന്ന് നോക്കണമല്ലോ. എടാ ഈ ഗൺ ഷോപ്പിന്റെ കാര്യത്തിൽ എന്തോ തീരുമാനം ഉണ്ടാക്കുന്നേ, അതൊന്ന് പറഞ്ഞേ. ബെല്ലാരിക്ക് കൊടുക്കാൻ ബെല്ലാരി ഇവിടെ ഉണ്ടാവോ? ബെല്ലാരി ഒന്നും ഇവിടെ കാണൂല്ലോ, നമ്മളെ പോണടുത്ത്. അപ്പൊ പിന്നെ ടർഫും ഗൺ ഷോപ്പിലും ഒരു തീരുമാനം എടുക്കണമല്ലോ.
ഓ അത് നമുക്കൊരു കാര്യം ചെയ്യാം. ആ. ആർക്ക് കൊടുക്കാം? ഇവിടെ ആർക്ക് കൊടുക്കാം? അതിലുണ്ട് ആൻസർ. ആർക്കിന് കൊടുത്തല്ലേ? ആർക്കിന് കൊടുക്കാം? എല്ലാ ദിവസവും അവന്മാര് പാവമാണ് സീരിയസ് ആയിട്ട് പറഞ്ഞു. അണ്ണ അവന്മാർക്ക് കൊടുക്കാം. അണ്ണ അവന്മാർക്ക് കൊടുക്കാം. ആർക്ക് വേണോ സെറാണോ? അറക്കള മതി. കാരണം ഓരോരുത്തർക്ക് കൊടുക്കാം. അറക്കളത്തിന് കൊടുക്കാം. അവന്മാര് ഭയങ്കര കാര്യമാണ് അവസാനം അവന്മാര് കുറച്ച് കഷ്ടപ്പെട്ട് നിൽക്കണം. അവന്മാർക്ക് കൊടുക്കണം. അവരെ പഴയ ഒരു എല്ലാരും വെടിപ്പൂരോ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. തന്നെയാണെന്ന് പറയും ഇപ്പൊ അപ്പുറം സിറ്റിയിലുണ്ട്. 1400 കോടി എത്ര ദിവസം ഇതിന്റെ പുറകിലിരുന്നെന്ന് പറയുമോ? അന്ന് ഗ്രൈൻഡിങ് ടൈം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? എന്റെ അമ്മോ ഗൈസ് 14K വാച്ചിങ്. എല്ലാവർക്കും വെൽക്കം ലൈവ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ലൈവ്. എടാ കുഴപ്പമില്ല, നമ്മുടെ കുറെ നാളത്തെ അധ്വാനമായിരുന്നു. വിളിക്കട്ടെ. ആ വാ വാ, അത്രേ ഉള്ളൂ. അർക്കളത്തിന്റെ ലീഡർ ഉണ്ടോ ഇവിടെ? ഇല്ല, കോഹ്ലിയുടെ ലീഡേഴ്സ്. അപ്പൊ ബ്രോ നമ്മുടെ ഞങ്ങൾക്ക് സിറ്റിയിൽ നിന്ന് അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ നമുക്ക് വേറൊരു സിറ്റിയിൽ നമുക്ക് ഒരു പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഇന്നാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നോ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളെ ഇവിടുത്തെ സിറ്റിയിൽ നമുക്ക് കുറേ ആസ്തികളും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇത് ഈ സിറ്റിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം ഒരു 1400 കോടിക്കാണ് ഈ ഒരു ഗൺ ഷോപ്പ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറയാം, നിങ്ങൾ അത്രയ്ക്ക് ബ്രദർഹുഡ് ഒന്നും അല്ലായിരുന്നു. എന്നാലും നമ്മൾ പറഞ്ഞാൽ നമ്മൾക്ക് ബെല്ലാരിയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ബ്രദർ. പക്ഷേ നമുക്ക് നമ്മുടെ കൂടെ വിസ എടുത്ത് അവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞപ്പോൾ ഒരു അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തിലോട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതില് പിന്നെ സ്പീഡൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇതില് ഞങ്ങൾക്കൊരു കാര്യം അപ്പം നമുക്ക് നമ്മുടെ ഒരു ഇതില് ഞങ്ങളുടെ ഈ ഗൺ ഷോപ്പിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് ആയിട്ട് മാറ്റി തരാനുള്ള ഒരു ഇതാണ്. സോ അപ്പം ഇത് എന്റെ പേരിലാണ് ഗൺ ഷോപ്പ്. അപ്പോൾ ഈ ഗൺ ഷോപ്പ് നിങ്ങളുടെ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങളുടെ പേരിൽ ഏത് ചാർലി? ഇതാണ് ഗവൺമെന്റ് അടുത്ത് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസർ ആരും ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കാം. ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങള് വന്നപ്പോ മുതൽ ഞങ്ങള് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കുറെ കളിയാക്കലുകളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാശിയിലാണ് 2 ടർഫും നമ്മള് പിടിച്ചെടുത്തതും. ഞങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ അടുത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പല വാക്കുകളാണ് നമുക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ട് എല്ലാത്തിനായിട്ട് കുറച്ച് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത്ര എത്തിയിട്ട് ഞങ്ങളിന്ന് ബാബുവിനെ കണ്ടു, ചന്ദനെ കണ്ടിരുന്നു. ചന്ദൻ്റെ അടുത്ത് നിന്നൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ചന്ദനും ബാബുവും നമ്മുടെ ഗ്യാങ് ഹൗസ്, ഞങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ആഗ്രഹം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഗ്യാങ് ഹൗസ് ഇറങ്ങുന്നു. നമ്മള് കുറെ കഷ്ടപ്പെട്ടാണ് അന്ന് പൊക്കിയെടുത്തത്. ചന്ദനും ബാബുവാണ് അത് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. അപ്പം അവർക്ക് പറ്റുന്നില്ല. അപ്പം പറ്റിയിട്ടില്ല. കുറച്ച് ഇഷ്യൂസ്, നിങ്ങൾക്ക് എല്ലാവരും ഇഷ്യൂസ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു വിസിറ്റ് വന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു സന്തോഷമായിരിക്കും. ദൈവത്തിനെ വിളിച്ചോ ഓഫീസർ കേൾക്കാമോ? സോ ഇത് എൻ്റെ പേരിൽ എൻ്റെ ഓണർഷിപ്പിലുള്ള ഇതായിരുന്നു ഗൺ ഷോപ്പാണ്. ഞാനൊരു കഴിഞ്ഞ ഓപ്ഷന് ഞാൻ ഏകദേശം ഒരു 1400 കോടി രൂപയോളം മുടക്കി മേടിച്ചൊരു ഇതാണ്. അപ്പോൾ എനിക്ക് സിറ്റി വിട്ട് പോകേണ്ടതായിട്ടുള്ളൊരു ഇത് വരുന്നു. അപ്പോൾ ഞാൻ അനാഥനാണ്. എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അതേപോലെ ഞാൻ മാരീഡ് അല്ല, എനിക്ക് കുട്ടികളൊന്നുമില്ല. പക്ഷേ ഒരു മോനുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തന്തയായിട്ട് ക്ലെയിം ചെയ്ത് വേറൊരാൾ കൊണ്ടുപോയി. സോ അതുകൊണ്ട് എനിക്ക് ഇവിടെ വേറെ ഇത് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. വേറെ റിലേഷൻഷിപ്സ് ആയിട്ട് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ ഇത് എനിക്ക് ഈ അറക്കളത്തിന് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ട്, ഇതിൻ്റെ ഇതിൻ്റെ ഓണർഷിപ്പ്. സോ അത് നിങ്ങളുടെ പ്രസൻസിൽ ഞാൻ അറക്കളത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് സൈൻ ചെയ്ത് തരണം നിങ്ങളുടെ പ്രസൻസിൽ. ഞാനിപ്പോൾ അത് വെരിഫൈ ചെയ്യാം. ഓക്കെ. നമ്മുടെ റെക്കോർഡ്സിൽ അത് അറക്കളത്തിൽ മാറ്റിയിരിക്കും. ഈ ഫയൽ കയ്യിൽ ഈ ബാഗ് വെച്ചേക്കണം കേട്ടാ.
ഓക്കെ 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 താങ്ക് യു പൊന്നുപോലെ നോക്കണം. റെഡ്മോനെ ഞാൻ അങ്ങോട്ടേക്ക് വന്ന കത്തുന്നു എന്താ അറിയത്തില്ല. റെഡ്മോനെ എടാ പോവാൻ സമയമായി. പോണം ഞാൻ പോണം. അപ്പൊ എനിക്ക് നിന്റെ ഐഡിയ ഒന്ന് പറഞ്ഞേ. എന്റെ ഐഡി 818 യൂണിറ്റ് 100,000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ. ഞാൻ 6 കോടി രൂപ വെച്ചിട്ടുണ്ട്. അതേ ഉള്ള എന്റെ ഇനി ബാക്കി. അയ്യോ അങ്ങനെയല്ലടാ. അതൊക്കെ എന്തെങ്കിലും ഒരെണ്ണം തരണമെന്നുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ്. ഇതിന് ഒരാഴ്ച മുമ്പ് വരെ അതിന്റെ ചികളത്തുറ തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം കണ്ണാപ്പിയെ പഠിപ്പിച്ചത്. പക്ഷെ ഇതിപ്പോ പോണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഈ പൈസ തന്നത് ഇതും ചെലവാക്കി ഇവിടെ നിന്നോളണം. അങ്ങോട്ടും കെട്ടിയെടുക്കരുത് ചെറുക്കനെ പഠിപ്പിക്കും. ഈ 6 കോടി തീരുന്ന വരെ ഇവിടെ ചെലവാക്കി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇവിടൊക്കെ തന്നെ നിന്നോണം. ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത്. ഞാനവിടെ കമ്മന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പൊ കുറച്ചു കാലം പണ്ട് കണ്ണൂടേക്ക് ഉണ്ട്. ഞാനിങ്ങനെ ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത്. ഇവിടെ പൈസ തീരുമ്പോ ഒന്ന് വിളിച്ചറിയിച്ചാൽ വീണ്ടും പൈസ എവിടെന്നെങ്കിലും കടം മേടിച്ചാണെങ്കിലും തരാം. ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത്. ഞങ്ങള് കുറച്ച് കണ്ണൻ എവിടെ എന്താണ് ഞാനുണ്ട്. എടാ ബാബു ഒന്ന് വന്നേ. ഇവിടെ പിള്ളേരൊക്കെ പറയണ ബ്രോങ്കോ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പൊന്നോലെ കൊണ്ടു നടന്ന എന്റെ മോന്റെ പേരുള്ള ബ്രോങ്കോ ആണത്. എന്റെ ഒരുപാട് നാളത്തെ ഉറക്കമില്ലാത്ത കഷ്ടപ്പാടായിരുന്നു. വണ്ടിയല്ല മോൻ, അവന്റെ പേരിലുള്ള വണ്ടിയാണ് ആക്ച്വലി. അത് നീ പൊന്നോലെ നോക്കണം. എല്ലാ ദിവസവും കഴുകണം. മനസ്സിലായ? എല്ലാ ദിവസവും കഴുകണം. അപ്പൊ നന്നായിട്ട് നോക്കണം കേട്ടോ. ശരി. ബ്രോ ഹലോ, DC ആണോ? പേരെന്താ? സാഗറ. ഓ കോഹ്ലിയുടെ. ബ്രോ നമ്മള് സിറ്റി വിട്ട് പോവാണ്. അപ്പൊ എന്തായാലും പറഞ്ഞിട്ട് പോവാ. അടിയൊക്കെ ഉണ്ടായത് ശരിയാണ്. പക്ഷെ എന്നാലും പോകുമ്പോ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഈ സിറ്റിയിൽ ഇനി ഉണ്ടാവില്ല. നമ്മള് ഇവിടെ ഗ്യാങ് ആയിരിക്കത്തില്ല. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ മെമ്മറീസ്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. എന്തിനു പറയണേ, നമ്മളെ ഗ്യാങ്ങിൽ ഇതൊക്കെ ആയി മാറി. ഇനിയിപ്പോ വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. നിങ്ങള് ഉദ്ഘാടനം അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങള് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തു തരണം. താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ സത്യം പറഞ്ഞ ഉദ്ഘാടനം ചെയ്യാൻ വരാന്ന് പ്രതീക്ഷയില്ല. ഇവിടെ അടിക്കാൻ കയറാന്ന് പ്രതീക്ഷയാണ് ഇതുവരെ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത്. ഇങ്ങനൊരു ഇതില് കേറാൻ പറ്റുമോ എന്ന് നമ്മള് വിചാരിച്ചല്ല. എനിവേ എന്തായാലും നിങ്ങള് പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് മറ്റേ മനസ്സിൽ ഇത്ര ക്രെഡിറ്റ് വെക്കുന്നില്ല. അത് തന്നെ വലിയ കാര്യം ബ്രോ. ഇല്ല നമ്മളിലേക്കൊന്നും എടുക്കാറില്ല, പേഴ്സണലി ഒന്നും എടുക്കാറില്ല. നമ്മളെന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. അതൊക്കെ അന്നേരത്തെ ഒരു സ്പിരിറ്റില് പറയണതാണ്. ഇല്ല കുഴപ്പമില്ല. നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. നമുക്കെന്നാ കേറിയിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് സമയമായിരുന്നു. അപ്പൊ കേറിയിട്ട് എടാ എല്ലാരും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓരോരുത്തർ വാള് വെച്ചെടുത്ത് കളറല്ലേ ഇത്രയും കറങ്ങി പോണോ? ഷോർട്ട് കട്ട് കയറായിരുന്നു. ഫുൾ കളർ. എല്ലാരും കയറി ചേർന്നിട്ട് മതിലായിട്ട് ബാബു സാർ എന്തിനാ കയറി ഇവിടെ? ബാബു ആ കോർണർ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വാരം നീ ചത്തുപിടുത്ത് കിടന്ന സ്ഥലം. എനിക്ക് ആദ്യമായിട്ട് പിക്ക് കിട്ടുന്നത് ഇവരെ വാർത്താണ്.
മരം ഓർമ്മയുണ്ടോ? ഓ, ആ മരം ഓർമ്മയുണ്ട്. നീ കൊരുത്തിടുന്നതല്ലേ നീ? നീനെ കെട്ടിയിട്ട് അസന നീ ഇങ്ങനെ കെട്ടിയിട്ട മരം അത്. അണ്ണ ചന്ദ്രനെ കെട്ടിട്ട് വലിയ മരം സെറ്റ് ചെയ്ത് ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല കേട്ടോ ഞാൻ എവിടെയാണ്? കേട്ടത്. ഇപ്പൊ ചുമ്മാ നിക്കണ സെറ്റ് ചെയ്ത് ഇതിലെ കൊളീഷൻ അല്ലേ മാറ്റിയാ? ഇവിടെ ഇപ്പൊ സെറ്റ് ആയി കേട്ടോ, ഇപ്പൊ കിടിലനായി ഇപ്പൊ. ഓ വലിഞ്ഞേറാൻ പറ്റില്ല. ഇപ്പൊ നൈസായി കേട്ടാ. കൊറേ മുറികളുണ്ട് അപ്പൊ എല്ലാം കയറി കാണാൻ ഓ അതെ അതെ അതെ. അപ്പൊ എനിവേ എന്തായാലും ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻവൈറ്റ്. അപ്പൊ ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് സമയമായി. ഞങ്ങള് എടാ നിങ്ങൾ എവിടെ നിക്കുന്നേ എന്ന് പറഞ്ഞ മാർക്കറ്റ്. ഇല്ല ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് RP ആയിട്ടാണ് ഈ സിറ്റിയിൽ നിന്ന് ഇറങ്ങണത്. RP കളിച്ചല്ല, ഞങ്ങളെ കിക്ക് ചെയ്യുന്ന രീതിയിൽ വേണ്ട. ഞങ്ങളെ കിക്ക് ചെയ്യുന്ന രീതിയിൽ മറ്റേ ഇതായിട്ട് വേണ്ട. ഞങ്ങൾക്ക് അങ്ങനെ പോകണ്ട. ഞങ്ങൾക്ക് അങ്ങനെ പോകണ്ട. വേറെ 14.4K watching the stream guys. Thank you so much for joining. നമ്മളെടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പിള്ളേർ തന്നെ തീരുമാനം. ചിന്തിക്കാനില്ല. ശരിയാണ്. ഞാൻ ചിന്തിച്ചെടുത്ത ഏറ്റവും നമുക്ക് ശരിയാണ്. വിടാം. എവിടെ പ്ലെയിനിലാ? എടാ അപ്പൊ നമ്മള് നമ്മുടെ ഒരു വലിയ ജേർണി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരുടെ ഒരുപാട് താങ്ക് യു. ആൻഡ് ഇവിടുത്തെ എല്ലാ ഗ്യാങ്സിനോടും KVA, ആറക്കളം, അതേപോലെ DC എല്ലാ മെമ്പേഴ്സിനോടും ഒരുപാട് താങ്ക് യു. ഇത്രയും നാള് ഇതൊക്കെ തന്നെ സിറ്റുവേഷൻസിനൊക്കെ ഇത് ചെയ്തതിന്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് എല്ലാ അഡ്മിൻസിനോടും എല്ലാ സിറ്റിസൺസിനോടും എല്ലാ സപ്പോർട്ടിങ് മറ്റേ ഇതാക്കിട്ട് കളിച്ച മറ്റേ നമ്മുടെ ബെല്ലാരി അല്ലല്ലോ, ബെല്ലാരി ഉണ്ട്, ബെല്ലാരി, അന്തേരി, അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് ആസ് എ ഗ്യാങ് വി ആർ ലിവിങ് TKRP ഫോർ എവർ. മേ ബി സിറ്റിസൺ ആയിട്ടൊക്കെ ഇവിടുത്തെ വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കയറി വരാം. അപ്പോൾ ലോട്ട് ഓഫ് സർപ്രൈസസ് കമ്മിങ്. ആൻഡ് ഒരുപാട് മെമ്മറീസ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഇറ്റ്സ് TV Bitches. അത്രേ ഉള്ളൂ. Let's go.